അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. എന്തൊക്കെ വിശേഷം? സുബ്ഹാനല്ലാഹ്. മെഹദീറിനെ സംബന്ധിച്ചിടത്തോളം 10 വയസ്സുള്ള മെഹദീർ ഇന്ന് ഹാഫിളാ, അതും ഓൺലൈനിലൂടെ ഹാഫിളായതാ. അത് ഞാൻ ആദ്യം ചോദിക്കുകയാണ്, സാധാരണ ഓഫ്ലൈനിലൂടെ അതായത് ദർസിലൊക്കെ പോയിട്ടോ അങ്ങനെ പോയിട്ടാണല്ലോ എല്ലാവരും ഹാഫിളാവല്. പക്ഷെ മെഹബീറിനെ സംബന്ധിച്ച് മെഹബീർ ഓൺലൈനിലൂടെ ചുരുങ്ങിയ കാലം കൊണ്ട്, മെഹബീർ ഇപ്പോൾ 4ാം ക്ലാസ്സിലാണ്. മെഹബീർ 2ാം ക്ലാസ്സിലായപ്പോൾ സ്റ്റാർട്ട് ചെയ്തതാണ് ഇഫ്ല്. ഇപ്പോൾ 4ാം ക്ലാസ്സിലാകുമ്പോൾ മെഹബീർ ഹാഫിളാണ്. ഈ ഓഫ്ലൈനായിട്ട് ഹാഫിളാകുന്നതിനേക്കാളും മെഹബീറിന് സുഖമായിട്ട് ഓൺലൈനായിട്ട് ഹാഫിളായത് തോന്നിയോ? അതോ ഏതാണ് മെഹബീറിനെ സംബന്ധിച്ചിടത്തോളം സുഖമായിട്ട് ഫീൽ ചെയ്തത്? സുഖമായിട്ട് എനിക്ക് തോന്നിയ ഓൺലൈൻ തന്നെ. അത് എന്തുകൊണ്ടാണ് ഒരു കാരണം? അത് ഞാൻ ഉമ്മാന്റെ അടുത്ത് ഇരുന്ന് ഉമ്മ ഓത്ത് കളിപ്പിച്ചെന്ന് ഉമ്മ അർത്ഥം പറഞ്ഞുതരും. അർത്ഥം പറഞ്ഞാൽ അങ്ങനെ കേട്ട് പഠിക്കും. ഓൺലൈനായി പൂർണ്ണമായിട്ടും മെഹബീർ ഓൺലൈനായിട്ട് തന്നെ പഠിച്ചത്? ഫുള്ളായിട്ടും തുടക്കം മുതൽ? തുറക്കുന്നുണ്ട്. ആരൊക്കെ ഉണ്ട് വീട്ടില് മെഹബീർ? ഇപ്പൊ എനിക്ക് മെഹബീറിനെ കുറിച്ച് കുറച്ചൊക്കെ അറിയാം, പക്ഷെ പുറമേയുള്ള ആൾക്ക് മെഹബീറിനെ കുറിച്ച് അറിയില്ലല്ലോ. മെഹബീറിന് ആരൊക്കെ ഉണ്ട്, മെഹബീറിന് എന്തൊക്കെ രീതിയിൽ സമ്മാനങ്ങൾ കിട്ടിയിരിക്കണേ, എവിടെയൊക്കെ മെഹബീർ ഫസ്റ്റ് അയക്കണേ, പിന്നെ എത്ര കാലം കൊണ്ടാണ് ഹാഫിളായത്, മെഹബീറിന്റെ പ്രായം, വീട്ടിലത്തെ കാര്യങ്ങളൊക്കെ. അപ്പോൾ അതൊന്നും അറിയാത്തവർക്ക് വേണ്ടിയിട്ട് മെഹബീർ പറയും, മെഹബീറിനെ പറ്റി പറയും. വീട്ടില് ഞാന് പിന്നെ എന്റെ ഒരു കസിൻ ഉണ്ടാവും, പിന്നെ വല്യപ്പ, പിന്നെ ഉമ്മന്നെ. ബാക്കി കാര്യങ്ങൾ പറയും. എന്തൊക്കെ സമ്മാനങ്ങൾ കിട്ടിയ, എന്തൊക്കെ ഫസ്റ്റ് കിട്ടി? ഫസ്റ്റ് കിട്ടിയത് കുറെ. ഞാൻ അൽമഹാറ ജാമിഅ ഹിന്ദില് അവിടുന്ന് ഞാൻ 2 വർഷം പോയിക്കണം. 2 വർഷത്തെ പരിപാടിക്ക് പോയിക്കണം. അങ്ങനെ ഫസ്റ്റ് പിന്നെ സെക്കൻഡൊക്കെ വെച്ച് നമ്മളെ സ്കൂളത്തെ പരിപാടിക്കും ഞാൻ ഉണ്ടായിട്ടുണ്ട്. ഞാൻ കേട്ടൊരു കാര്യമാണ്, മെഹബീർ ഇങ്ങനെ ഖുർആൻ ഓതാൻ പോയിട്ട് ഒരു സ്ഥലത്ത് നിന്ന് ഫസ്റ്റ് അടിച്ചതിൻ്റെ, ഇവിടെ നിന്നാണത് ഫസ്റ്റ് അടിച്ചതിൻ്റെ പൈസ കൊണ്ട് മെഹബീർ ഉംറക്ക് പോവുകയാണ് കണ്ടത്. അൽഹംദുലില്ലാഹ്, സന്തോഷം. അത് എങ്ങനെയാണ് ആ മത്സരത്തിന് പോയതിന് മുമ്പേ തീരുമാനിച്ചിരുന്നാണ് ഉംറക്ക് പോകണം എന്നുള്ളതൊക്കെ? അതോ ഞാനിപ്പോ എനിക്കൊരു മത്സരത്തിൽ പോയാൽ ഫസ്റ്റ് സെക്കൻഡ് കിട്ടിയാല് കുറച്ച് പൈസ കിട്ടും. അപ്പൊ അതൊക്കെ കൂടി ഞാൻ തൊണ്ടിലിടണ്ട്. അപ്പൊ തൊണ്ടിലിട്ട് അങ്ങനെ ഒരു കുട്ടി വെച്ചത് ഉമ്രക്ക് വേണ്ടിച്ച്. എത്ര കാലമായിട്ട് തുടങ്ങിയ നീ ഒരു കൂട്ടി വെക്കല്? അതൊരു ഒരു 3ാം ക്ലാസ്സിലൊക്കെ ഉംറക്ക് പോയിട്ട് വരട്ടല്ലേ. ആരൊക്കെ ഉണ്ടായിരുന്നു മെഹബീറിന്റെ കൂടെ സഹായമായിട്ട്? കാരണം മെഹബീർ മാത്രം വിചാരിച്ചൊരു ചുരുങ്ങിയ പ്രായം കൊണ്ട് മെഹബീറിനെ ഓൺലൈനിലൂടെ ഹാഫിളാവുന്നത് കുറച്ച് റിസ്ക് ആണല്ലോ. ആരൊക്കെ ഉണ്ടായിരുന്നു സഹായമായിട്ട്? ഉമ്മന്നെ മെയിന്, പിന്നെ ഉസ്താദ്, പിന്നെ ഈ സ്കൂളത്തെ എല്ലാരും സപ്പോർട്ട്. അൽമനാർ ഹയർ സെക്കൻഡറി സ്കൂൾ ചെലക്കൽ അൽമനാറാണ് മെഹബീർ പഠിക്കണം. സ്കൂളിൽ എല്ലാവരും ഹയർ സപ്പോർട്ട് ചെയ്യുന്നു അല്ലേ? ഏതൊക്കെ രീതിയിലായിരുന്നു ഇവരുടെ സപ്പോർട്ട്? ഇപ്പോൾ ഉമ്മ ഖുർആൻ കേൾപ്പിച്ചിരുന്നു പറഞ്ഞു, അങ്ങനെ മറ്റുള്ളവരൊക്കെ ഏത് രീതിയിലായിരുന്നു മെഹബീറിനെ സപ്പോർട്ട് ചെയ്തിരുന്നത്? പിന്നെ ഇപ്പോ ഞാന് ഇവിടെ പഠിക്കുന്നുണ്ട്. മറ്റേ സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം അവിടെ ഒക്കെ ഹോംവർക്ക് ചെയ്താൻ പറഞ്ഞത് അത് പിക്ചേഴ്സ് എഴുതി വരണല്ലോ. ഇതൊരു ഇസ്ലാമിക് സ്കൂളായത് തന്നെ ഞാന് എന്നോട് ഹോംവർക്ക് ചെയ്താൻ പറയുന്നുണ്ട്. അപ്പൊ ഞാൻ പിറ്റേഴ്സ് വന്നപ്പോ എന്താ റീസൺ ചോദിക്കുമ്പോ ഞാന് ഖുറാൻ പഠിക്കാണ്ടായിരുന്നു. അപ്പൊ അതോടെ വിഷയാക്കിയിട്ടുണ്ട്. ഇപ്പോൾ 10 വയസ്സാണ് ഇപ്പോൾ ഉള്ളത്. എത്രാമത്തെ വയസ്സിലാണ് സ്റ്റാർട്ട് ചെയ്യണത്? അതായത് ഖുറാനോടുള്ള ആഗ്രഹം തുടങ്ങണത് എപ്പോഴാണ്? ഖുറാൻ ചെറുപ്പം മുതലേ ഖുറാൻ പഠിക്കണം എന്ന് ആഗ്രഹമുണ്ട്. അത് മെഹബീറിനെ തോന്നിയതാണോ? ഇമ്മ കണ്ടിട്ടാണ് എനിക്ക് ഇങ്ങനെ ഒരു ആഗ്രഹം ഉണ്ട്. അതെ, എന്താ പറയാ, മെഹബീറിന് എങ്ങനെയാണ് ഇതിനോടൊരു ആഗ്രഹം തോന്നിയത് ഖുറാനോട്? ഉമ്മ പണ്ട് തന്നെ ഖുറാൻ ഓതും, എനിക്ക് ഇങ്ങനെ കേൾപ്പിച്ചു തരും. അങ്ങനെ ഇഷ്ടം വന്നാണ്. ചെറുപ്പം മുതലേ കേട്ട് ഇങ്ങനെ ഇഷ്ടം വന്ന ഖുറാൻ. ഇപ്പോൾ എങ്ങനെയായിരുന്നു ഖുറാന്റെ പഠനം? അതായത് ഏത് സൂറത്തിൽ നിന്നാണ് തുടങ്ങിയത്? അല്ലെങ്കിൽ ഇപ്പോൾ സ്റ്റാർട്ടിങ് മുതലേ കേട്ടിട്ടാണ് തുടങ്ങിയത്? അതൊക്കെ പറയോ, ഏത് സൂറത്തിൽ നിന്നാണ്? അവസാനത്തെ 5 ജുസ് ആദ്യം പഠിക്കാൻ തുടങ്ങിയത്. പ്രത്യേകിച്ച് ജുസ് അങ്ങനെയല്ല പഠിക്കാൻ തുടങ്ങി. അങ്ങനെ അവസാനത്തെ 5 ജുസ് ആദ്യം പഠിച്ചു. പിന്നെ ബക്കറ ഫസ്റ്റ് ജുസ് പിന്നതോ. എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്? അത് അവിടെ പഠിക്കുന്ന സ്ഥാപനം അങ്ങനെ പഠിപ്പിച്ചതുകൊണ്ടാണോ, അതോ മെഹബീർ അങ്ങനെ? അല്ല, അവസാനത്തെ ജുസ് ആകുമ്പോ കുറച്ചൊക്കെ അറിയുന്ന സുഹൃത്തല്ലേ, അപ്പൊ അതിങ്ങനെ പഠിച്ചു പറയാന്നുള്ള രീതിയിലല്ലേ? ഖുർആനെ മെഹബീർ ഇങ്ങനെ പറഞ്ഞത്, മെഹബീർ പറഞ്ഞത് ഖുർആന്റെ അർത്ഥങ്ങൾ ഞാൻ കേൾക്കുന്നത് പറഞ്ഞു.
അപ്പോൾ ഖുർആൻ്റെ അർത്ഥങ്ങൾ ശരിക്കും അർത്ഥം മനസ്സിലാക്കി കേൾക്കലുണ്ടോ അതോ കേൾക്കുന്നുണ്ട്? അപ്പോൾ അങ്ങനെ ഖുർആൻ്റെ അർത്ഥം അറിയുന്ന ഒരാൾ ആണെങ്കിൽ സ്വാഭാവികമായിട്ടും മഹബീറിന് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു സൂറത്തോ ഒരു ആയത്തോ ഉണ്ടാവുമല്ലോ. ഏതായാലും മഹബീറിന് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു ആയത്ത്, അതായത് എൻ്റെ മഹബീറിന് അതിൻ്റെ അർത്ഥങ്ങൾ കൊണ്ടൊക്കെ മഹബീറിന് ഇഷ്ടപ്പെട്ടൊരു ആയത്ത്? മരണത്തെ കുറിച്ച് അതുപോലെ നരകവാസികളെ കുറിച്ച്. ഒന്ന് ഓതി തരുമോ ഏതെങ്കിലും ഒരു ആയത്ത്? أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وسيق الذين كفروا إلى جهنم زمرا حتى إذا جاءوها وفتحت أبوابها حتى إذا جاءوها فتحت أبوابها وقال لهم خزنتها ألم يأتكم رسل منكم يتلون عليكم آيات ربكم وينذرونكم لقاء يومكم هذا قالوا بلى ولكن حقت كلمة العذاب على الكافرين. മഹബീറിന്റെ കണ്ണൊക്കെ നിറഞ്ഞല്ലോ. ഇതിന്റെ മീനിങ് എന്താ? ഈ ഇപ്പൊ മഹബീർ ഓതി ആയത്തിന്റെ അർത്ഥം മഹബീറിന്റെ കറക്റ്റ് അറിയോ? നരകവാസികളെ നരകത്തേക്ക് ഇട്ടിട്ട് ഡോർ തുറക്കും. അപ്പോൾ കോലലഹും ഖസനതുഹ, അപ്പോൾ നരകവാസികളുടെ അവിടുത്തെ ആൾക്കാർ പറയും, അലം യഅതികും റുസുലു, നിങ്ങൾക്ക് നബിമാരൊന്നും വന്നിട്ടില്ലേ എന്ന്. യത്ലൂന അലൈക്കും ആയാത്തി റബ്ബിക്കും, അള്ളാഹുവിൻ്റെ ആയത്ത് കൊണ്ട്. വയൻദിറൂനക്കും ലിഖാഅ യൗമിക്കും ഹാദാ, നിങ്ങൾ ഇങ്ങനെ ഒരു ദിവസം ഉണ്ട് നിങ്ങൾക്ക് അറിയില്ല എന്ന് വെച്ച്. ഖാലു ബല, വന്നിക്കണ്. വലാകിൻ ഹഖ്ഖത് കലിമത്തുൽ അദാബ്, പക്ഷെ ഞങ്ങൾ കേട്ടിട്ടില്ല. വേറെ ഏതൊക്കെയാണ് ആയത്ത് ഇങ്ങനെ അതിൽ ശിക്ഷയെ കുറിച്ചിട്ടോ മഹബീറിന് ഭയങ്കര, അതായത് മഹബീറിന്റെ പൂമ്പൊക്കെ ഇപ്പൊ ഇങ്ങനെ ഓതാൻ പറഞ്ഞാൽ എന്തെങ്കിലും ആയത്ത് കേൾക്കാം? ഒന്ന് ഈ സുമർത്തെ അവസാനത്തെ ആയത്ത്, അതുപോലെ സോദില്, അത് പിന്നെ ഈ കുറച്ച് ബന്ധപ്പെട്ടുകൊണ്ടുള്ള വേറെ ആയത്ത്. സുമറിൽ തന്നെ വേറൊരു ആയത്തുണ്ട്. അത് എന്തുകൊണ്ടാണ് ഇപ്പൊ ഈ ഒരു ആയത്ത് മഹബീറിന് എന്തുകൊണ്ട് അത്ര ഫേവറേറ്റ് ആവാൻ കാരണം? അത് ഓതാനുള്ള ഏറ്റവും ഭംഗിയായിട്ട് അത് ഓതാൻ കഴിയുന്നത് കൊണ്ടാണോ അതോ അതിന്റെ മീനിങ് അത്രത്തോളം മനസ്സിലായതുകൊണ്ട്? എനിക്ക് അത്ര ഫീൽ ചെയ്തു. ഇമാമൊക്കെ നിൽക്കാൻ പോരുണ്ടോ? ഇത് കിറാത്തിനെ കുറിച്ചിട്ടൊക്കെ എന്താണ് ആളുകൾ പൊതുവെ പറയല്? മാഷാല്ല, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. സീരിയസ്ലി മാഷാല്ല, ഭയങ്കര ഇഷ്ടപ്പെട്ടു ആ മീനിങ് ഒക്കെ പറയുമ്പോഴേ. മാഷാല്ല, കിറാത്തിനെ കുറിച്ചിട്ട് പൊതുവെ എന്താണ് ആളുകൾ പറയല്? ആളുകൾക്ക് വളരെ ഇഷ്ടമാണ്. ഇമാം ഇങ്ങോടത്തോളം എല്ലാവർക്കും ഇഷ്ടമാണ്. 10 വയസ്സുള്ളൂ. മാഷാല്ല, എന്തെങ്കിലും മെഹബീറിനോട് ഒരാൾ ഇങ്ങനെ പറയുമല്ലോ, മെഹബീറെ മാഷാല്ല രസമുണ്ട് എന്നൊക്കെ പറയല്ലോ, അതിന് മഹബീർ മറക്കാൻ പറ്റാത്ത എന്തെങ്കിലും അങ്ങനെ അറിയുന്നതും പറഞ്ഞതായിട്ടുണ്ടോ? അങ്ങനെ കുറെ ആൾക്കാർ പറഞ്ഞു. എന്തെങ്കിലും ഒന്ന് പറയാൻ പറ്റുമോ? ഓർമ്മ ഉണ്ടോ? എന്തേ പഠിച്ചിട്ട് പരലോകത്തെത്തുമ്പോ ഉമ്മാക്കും വാപ്പാക്കും കിരീടം കിട്ടും എന്നൊക്കെ പറഞ്ഞു. കിട്ടേണ്ടതാ. ഓൺലൈനിലൂടെ മെഹബീറോ ഓൺലൈൻ ക്ലാസ്സിലൂടെയാണ് മെഹബീർ ഖിറാഅത്ത് പഠിക്കേണ്ടത്. ഇപ്പം ഞാനും എന്ത് ചെയ്യുന്നുണ്ട്, എൻ്റെ ഫാലയുടെ അണ്ടറിൽ നമ്മുടെ ഓൺലൈനായിട്ട് ഇഫ്ല് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്.
അപ്പോൾ മെഹബൂറിനോട് ഞാൻ ചോദിക്കാം, മെഹബൂർ ഒരു ദിവസം എത്ര നേരം ഓൺലൈൻ ക്ലാസ് കേൾക്കലുണ്ട്? ഓൺലൈൻ ക്ലാസ് അല്ല, ഗൂഗിൾ മീറ്റിൽ കയറി ഓതി കൊടുക്കല. ഓതി കൊടുക്കും. അപ്പോൾ ഖുറാനിൽ എത്ര സമയം മെഹബൂർ ഓതി കൊടുക്കും? അതായത് ഒരു ദിവസം ഓൺലൈനിലൂടെ പഠിക്കാൻ വേണ്ടിയിട്ട് മെഹബൂർ എത്ര സമയം സ്പെൻഡ് ചെയ്യും? അതിന് വേണ്ടിയിട്ട് സ്കൂൾ വിട്ട് വന്നാൽ പിന്നെ ഖുറാൻ വെക്കി ഇരിക്കും. ഫുള്ളായിട്ട് ഖുറാൻ നോക്കിയിരിക്കും. പിന്നെ കുറച്ച് ബ്രേക്കൊക്കെ ഉണ്ടാവും അതിൻ്റെ ഇടക്ക്. അപ്പോൾ എത്ര സമയം മുതൽ എത്ര സമയം വരെയാണ് ഖുറാൻ നോക്കിയിരിക്കുക? ക്ലാസ് മിക്കവാറും ഒരു രാത്രി മഗ്‌രിബിന് അല്ലെങ്കിൽ ഇശാനൊക്കെ ഉണ്ടാവുക. എത്ര മണിക്കൂർ? 1 മണിക്കൂർ ക്ലാസ് നമ്മൾ ഓതി കൊടുക്കും. ഓതി കൊടുത്തിട്ട് അതിൻ്റെ നിബന്ധനകളും അതിൻ്റെ റൂൾസും പിന്നെ നാളെ ഏതാ പഠിക്കണ്ടി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് പിന്നെ നമുക്ക് ലിഫ്റ്റ് ആവും. അപ്പോൾ 1 മണിക്കൂറൊന്നും ക്ലാസ് ഇല്ല. പക്ഷെ മെഹബീറിൻ്റെ പ്രിപ്പറേഷൻസ് സ്കൂൾ വിട്ടും പോയ അപ്പം മുതൽ ഇങ്ങനെ ഖുർആൻ ഇങ്ങനെ ഓതി പ്രിപ്പയർ ചെയ്ത് തുടങ്ങും അല്ലേ? പിന്നെ ഓഡിയോ കേട്ടിട്ട് കിറാത്ത് കേൾക്കും. ഓക്കെ, ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ കുറേ ആളുകളുടെ കിറാത്ത് കേൾക്കുന്നുണ്ടോ? ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളത് ആരുടെ കിറാത്താ? യാസർ അൽ ദോസരി. മാഷാല്ലാ. മെഹബീറിൻ്റെ ഒരു ആഗ്രഹം, ഇപ്പം ഇമാമ് നിൽക്കാൻ ഈ പ്രായത്തിൽ ഇമാമ് നിൽക്കുന്നുണ്ട്. മെഹബീറിൻ്റെ ഒരു ആഗ്രഹം ഞാൻ ഭയങ്കരമായിട്ട് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര നടക്കട്ടെ. ഞാൻ ആ സമയം തന്നെ മനസ്സുകൊണ്ട് ആഗ്രഹിച്ചു, ഞാൻ പോലും ആഗ്രഹിച്ചു. എന്തിരുന്ന ആഗ്രഹം എന്ന് പറയോ? മസ്ജിദുൽ ഹറമിലെ ഇമാം. അത് ഏത് മെഹബീർ പ്ലാൻഡ് ആണ്? അതായത് ഞാൻ വെറുതെ ചോദിക്കാം, ഞാൻ എൻ്റെ ഒരു ക്യൂരിയോസിറ്റി കൊണ്ട് ചോദിക്കാം. ഇപ്പം എനിക്ക് എന്തും ആഗ്രഹിക്കാമല്ലോ, ഒരാൾക്ക് എന്തും ആഗ്രഹിക്കാം. അപ്പം എൻ്റെ ഒരു ആഗ്രഹം എനിക്കിപ്പോൾ അങ്ങനെ ഒരു സ്ഥാനത്ത് എത്തണം എന്ന് ആഗ്രഹിക്കുക എന്തോ ആഗ്രഹം. പക്ഷെ ആ ആഗ്രഹിച്ചുകൊണ്ട് മാത്രം കാര്യമില്ലല്ലോ, ഞാൻ അതിന് വേണ്ടിയിട്ട് പരിശ്രമിക്കണം. ഓരോ വർഷവും ഞാൻ പരിശ്രമിക്കണം. അപ്പം മെഹബീറിന് ഇൻഷാ അല്ലാഹ് അൽഹംദുലില്ലാഹ് ആവട്ടെ മസ്ജിദുൽ ഹറമിൽ ഇമാമായിട്ട് നിൽക്കുന്ന മെഹബീറിൻ്റെ ആഗ്രഹം. അതിന് വേണ്ടി മെഹബീർ എന്താ ചെയ്യുന്നത്? ശരി, ആ ഒരു ഡ്രീമാണല്ലോ. ആ ഡ്രീം അച്ചീവ് ചെയ്യാൻ വേണ്ടി മെഹബീർ എന്താ ചെയ്യുന്നത്? പഠിച്ച് ഹാഫിൾ റിവിഷൻ കഴിഞ്ഞ് ഒരു തെറ്റില്ലാതെ ആക്കിയിട്ട് പിന്നെ അവിടെ ഒക്കെ കിട്ടണമെങ്കിൽ മദീനത്ത് പോയി പഠിക്കണം, അല്ലെങ്കിൽ ഉമ്മുൽ ഖുറ യൂണിവേഴ്സിറ്റി പോയി പഠിക്കണം. അപ്പോൾ ഞാൻ അങ്ങനെ എൻ്റെ ഒരു ഡ്രീം, വേറെ ഡ്രീം പിന്നെ മദീന യൂണിവേഴ്സിറ്റി പോയി പഠിക്കണം എന്നുണ്ട്. അങ്ങനെ അതായത് പ്ലാൻഡ് ആണോ? മാഷാല്ലാ. ഈ ഞാൻ വേറെ കാര്യം ചോദിക്കട്ടോ. അപ്പം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം വെറുതെ പറയല്ല, മെഹബൂർ ഖുറാൻ്റെ ആയത്തുകളുടെ അർത്ഥമൊക്കെ അറിഞ്ഞ് പഠിച്ച ഒരാളാണ്. അപ്പോൾ ആ രീതിയിൽ ഞാൻ ഇപ്പോൾ തോന്നിയൊരു കാര്യമാണ്, അതായത് ഇപ്പോൾ ഓഫ്ലൈനിലൂടെ, അതായത് ദർസിലും അല്ലാത്ത ഖുറാൻ പഠിപ്പിക്കുന്ന സ്ഥാപനങ്ങളിലും പോയിരുന്ന് പഠിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് നമ്മുടെ ജീവിത രീതിയിൽ മാറ്റം വരും. നമ്മൾ കുറേ ദിക്കറുകൾ, ദുആകൾ, അല്ലെങ്കിൽ ഒരാളോടുള്ള സമീപനങ്ങൾ, പല രീതിയിൽ ഖുർആൻ പഠിക്കുന്ന ഒരാളെ സംബന്ധിച്ചുള്ള പല രീതിയിലുള്ള മാറ്റങ്ങൾ വരും. പക്ഷെ മെഹബീർ പഠിച്ചത് ഓൺലൈനിലൂടെയാണ്. ഓൺലൈനിലൂടെ ഖുർആൻ പഠിക്കുമ്പോൾ ജീവിതത്തിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ അങ്ങനെ മെഹബീർ വരുത്തിയിട്ടുണ്ടോ? ദുആകള്, അദ്കാർ, പിന്നെ തഹജ്ജുദ്, റവാത്തിബ് സുന്നത്ത്, മാഷാല്ലാ, പിന്നെ അങ്ങനത്തെ ഒക്കെ ഉണ്ട്. അങ്ങനത്തെ ഒക്കെ ജീവിതത്തിലുണ്ട്. അതിൽ കാരണം ഈ ഖുർആന്റെ പഠനം തന്നെ. ഈ ഖുർആൻ പഠനം എപ്പോഴെങ്കിലും ഇപ്പോൾ മെഹബീർ പഠിക്കുന്നത് ഓൺലൈനിലൂടെയാണ്. ഓൺലൈനിലൂടെ ഖുർആൻ പഠിക്കുമ്പോൾ അത് എപ്പോഴെങ്കിലും സ്കൂളിന്റെ പഠനത്തിനോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളെ ബാധിച്ചിട്ടുണ്ടോ? ഈ സ്കൂളിൽ ആയപ്പോ അതിനൊരു ഇതായിട്ട് വന്നിട്ടില്ല, അങ്ങനെ തടസ്സം വന്നിട്ടില്ല. തടസ്സം വന്നിട്ടില്ല. പകരം ഇപ്പോൾ രാത്രി ക്ലാസ്സുകൾ, ഇന്ന് രാത്രി ക്ലാസ് ആകുമ്പോൾ കുടുംബത്തിൽ എന്തെങ്കിലും പ്രോഗ്രാമുകൾ അങ്ങനെ എന്തെങ്കിലും മെഹബീറിന് തോന്നിയിട്ടുണ്ടോ? ക്ലാസ് എപ്പോഴും ഓൺലൈൻ ആകുമ്പോൾ അങ്ങനെ പ്രത്യേകിച്ചൊന്നും അങ്ങനെ എല്ലാവർക്കും അറിയാലോ. അപ്പോൾ പ്രത്യേകിച്ചും ഞങ്ങളെ ചിലപ്പോൾ വിളിക്കൂല, ഇത്ര ശല്യപ്പെടുത്തൂല. ഇതിനു വേണ്ടി ഇറങ്ങി തിരിച്ചാൽ ചെയ്യാൻ പറ്റില്ലേ? ഖുർആൻ പഠിക്കുന്ന ആളുകൾക്ക് ഭയങ്കര ഓർമ്മശക്തി തന്നെ കേട്ടിട്ടുണ്ട്. ഖുർആൻ പഠിക്കാം, ഖുർആൻ മുഴുവനായിട്ട് ഹാഫിളാവണമെങ്കിൽ കുറച്ച് ഓർമ്മശക്തി ആണല്ലോ. ആ ഖുർആൻ പഠിക്കുന്ന ആളുകൾക്ക് ഭയങ്കര മെമ്മറി പവർ ഉള്ള ആളുകളാണ് എന്നുള്ളത് ശരിയാണെന്ന് മെഹബീറിന് തോന്നിയത്. ശരിയാണ്. എന്തുകൊണ്ട് ചെയ്യാനും ഖുർആൻ പഠിച്ചിട്ട് മറക്കാതിരിക്കണ ഏറ്റവും വലിയ കാര്യം. പഠിച്ചിട്ട് അതൊരു തെറ്റില്ലാതെ പഠിക്കണം ഏറ്റവും വലിയ കാര്യം. ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഹിഫ്ള് ഉണ്ടാവില്ല പറയും. അപ്പം ഞാൻ ഭയങ്കര വീക്കായിരുന്നു. അതായത് എനിക്ക് പറഞ്ഞത് ഏറ്റവും മാർക്ക് കുറവും അത് തന്നെയായിരുന്നു. കാരണം ഹിഫ്ള് ആക്കി കൊടുക്കുക എന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ നമുക്കിങ്ങനെ ഉസ്താദ് നമ്മളെ സേർ എന്ത് ചെയ്യും,
ഇതിനുള്ള സാർ ഉണ്ടല്ലോ, ഓരോ സബ്ജക്റ്റിന് ഒരു സാർമാരാണല്ലോ. ഈ സാറ് നമ്മളോട് പറയും അസർക്ക് ശേഷം പള്ളിയിൽ ഇരുന്നിട്ട് പഠിച്ചിട്ട് പോയാലുള്ളതാണ്. പക്ഷെ നമ്മളെത്ര ഇരുന്നാലും ചിലപ്പോൾ വേണ്ടി എനിക്ക് പേഴ്സണലി ഞാൻ പെട്ടെന്ന് പഠിക്കാൻ പറ്റുന്ന ആളല്ലേ ഞാൻ. എനിക്ക് കുറച്ചും കൂടെ ഒരായത്ത് അതിൻ്റെ അർത്ഥം അങ്ങനെയൊക്കെ ഞാൻ കാണാതെ മതി. പക്ഷെ ഇങ്ങനെ കറക്റ്റ് ഓർഡറിൽ എനിക്ക് കിട്ടൂല. ഫോർ വലിയ സൂറത്ത് പള്ളിയിൽ നിന്ന് പഠിച്ചാ പെട്ടെന്ന് പണി നിന്ന് എന്നോട് അങ്ങനെ പറയണം ഉസ്താദ്. അപ്പം ഞാനങ്ങനെ സാറ് പറഞ്ഞ് കേട്ടിട്ട് ഞാൻ എന്ത് ചെയ്യും, ഈവനിങ് ചെയ്തിട്ട് പഠിക്കും. പക്ഷെ എന്നാലും എനിക്കിങ്ങനെ കഴിയാതെ വരുമ്പോൾ ഞാൻ സാറോട് പോയിട്ട് ഞാൻ സങ്കടം പറയും, എനിക്ക് കഴിയണില്ലല്ലോ എന്ന് പറഞ്ഞ്. രണ്ട് കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത്. ഒന്ന്, മെഹബീർ ഇപ്പോൾ വളരെ ചെറുപ്പത്തിലൊക്കെ പഠിച്ചിരുന്നത് ഭയങ്കര സന്തോഷം. രണ്ട്, അന്ന് എൻ്റെ കൂടെ ഉസ്താദ് പറഞ്ഞ കാര്യം, പ്രവാചകന്റെ കാലത്ത് എല്ലാ സ്വഹാബത്തിനും ഖുർആൻ അറിയായിരുന്നു എന്നുള്ളൊരു കാര്യം എന്നോട് ഉസ്താദ് പറഞ്ഞു. അങ്ങനെ എനിക്ക് ഖുർആൻ പഠിക്കാൻ വേണ്ടിയിട്ട് ഉസ്താദ് എൻ്റെ ഉസ്താദ് എനിക്ക് കുറേ, ഞാൻ ഹാഫിളാൻ പോയ ആളല്ല, പക്ഷെ ഞാൻ പഠിച്ച കോളേജിൽ എൻ്റെ സാറ് ഞാൻ ഖുർആൻ പഠിക്കാൻ മനപ്പാടാക്കാൻ വേണ്ടിയിട്ട് കുറേ കഥകളൊക്കെ പറഞ്ഞിരുന്നു. അങ്ങനെ മെഹബീറിനോട് ആരെങ്കിലും എന്തെങ്കിലും കഥകൾ പറഞ്ഞതായിട്ടോ എന്തെങ്കിലും സ്വഹാബത്തിൻ്റെ ചരിത്ര പ്രവാഹം പറഞ്ഞു എന്നാ ഒന്ന് രണ്ട് കഥകൾ പറഞ്ഞുതരുമോ? കഥകള് സ്വഹാബിമാരെ സംബന്ധിച്ചോളം വേറെ പറഞ്ഞ കാര്യം പറഞ്ഞാണ്, സ്വഹാബിമാരെ എല്ലാരും 10-ാം വയസ്സിലോ അതോ 11-ാം വയസ്സിലാണ് ഹാഫിൾ അയക്കുന്നത്. അങ്ങനെ അത്ര കഥ അങ്ങനെ കുറെ കഥ അങ്ങനെ മോട്ടിവേഷൻ ആയിട്ട് കുറെ കഥകൾ പറഞ്ഞിട്ടുണ്ടാവും അല്ലേ? മാഷാല്ലാ. ഈ ഓൺലൈനിലൂടെ പഠിക്കണതാണ് സുഖം എന്നാണ് മെഹബീറിന് തോന്നുന്നത്. അതിനൊരു കാരണം ഉണ്ടാവുമല്ലോ. ഉമ്മാന്റെ സ്നേഹം കിട്ടി പഠിക്കുമ്പോ എനിക്ക് പെട്ടെന്ന് പഠിക്കുന്ന അങ്ങനൊരു ഫീലിംഗ് ആണ്. എനിക്ക് തോന്നുന്നത് മെഹബീർ ഹാഫിള് ആവണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹമുള്ളത് ഉമ്മാക്കാവും. അതുകൊണ്ടാണ് അങ്ങനെയല്ലേ? മാഷാല്ലാ. ഒന്നാമത് ഖുർആൻ മടപ്പാടാക്കാന്ന് പറയുന്നത് എൻ്റെ ഒരു ചെറിയ വീക്ഷണം കൊണ്ടാവാം എന്നെക്കൊണ്ട് അത്ര പെട്ടെന്ന് കഴിയാത്തൊരു കാര്യമാണ്. അല്ലെങ്കിൽ ആയത്തുകളായിക്കോട്ടെ സുഹൃത്തുക്കളായിക്കോട്ടെ ഞാൻ ഇരുന്ന് വായിക്കുകയാണെങ്കിലും അർത്ഥം അറിഞ്ഞ് അർത്ഥമൊക്കെ നോക്കി നമ്മളിങ്ങനെ തജ്ജീദൊക്കെ നോക്കുകയാണെങ്കിലും നമുക്ക്. പക്ഷെ മെഹബീറിൻ്റെ അൽഹംദുലില്ലാ മെഹബീറിൻ്റെ ഖിറാഅത്ത് ഭയങ്കര രസമുണ്ട്. ഈ അർത്ഥം പറയണതായിക്കോട്ടെ എനിക്ക് കൂടുതൽ കേൾക്കാൻ തോന്നി, കൂടുതൽ അതൊട്ട് സംസാരിക്കാൻ തോന്നി, കൂടുതൽ ആയത്തുകളെ കുറിച്ചിട്ട് ഇങ്ങനെ സംസാരിച്ച് പോകാൻ തോന്നിയിട്ട്. അതിനൊക്കെ അപ്പുറത്തേക്ക് ഇത് എല്ലാവരും അച്ചീവ് ചെയ്യുന്ന ഒരു സംഗതിയല്ല അല്ലേ? ശരിയല്ലേ? ഇത് ചെറിയ കുറഞ്ഞ പ്രായത്തിൽ അതും ഭയങ്കര ഇമ്പ്രസീവ് ആയത് എന്തുകൊണ്ടറിയോ? ഭയങ്കര വീട്ടിൽ നിന്നാണ് ഇത് പഠിക്കണത്. അപ്പോൾ അത്രത്തോളം ഡെഡിക്കേഷന് ഇതിൽ കൊടുത്തു എന്നുള്ളതുകൊണ്ട് അത്രത്തോളം ഇമ്പ്രസീവ് ആവണത്. എന്തായാലും ഇൻഷാ അല്ലാ ഉംറക്ക് പോയിട്ട് വരട്ടെ. ഖുർആൻ പഠിച്ച മത്സരങ്ങളിൽ പോയി ആ മത്സരങ്ങളിൽ നിന്ന് വിജയിച്ച് കിട്ടുന്ന തുക സ്വരുക്കൂട്ടി വെച്ച് അതുകൊണ്ട് ഉംറക്ക് പോകാന്നൊക്കെ പറയുമ്പോൾ അൽഹംദുലില്ലാ പാരൻസ് എല്ലാവർക്കും ഭയങ്കര ഹാപ്പി ആയല്ലേ? എന്താണ് കുടുംബത്തിലൊക്കെ എന്താ പറയണത് എല്ലാവരും? കുടുംബത്തില് എല്ലാവർക്കും എല്ലാരും പറയും എല്ലാരും ഇപ്പൊ കുട്ടികളോട് പറയും മെഹബീർ കണ്ട അങ്ങനെ പെട്ടെന്ന് പഠിച്ച് അനക്കങ്ങനെ പഠിച്ചത് അങ്ങനെയൊക്കെ. ഇപ്പൊ കൊറേ വീഡിയോസ് ചെയ്തിട്ടുണ്ടാവില്ലേ? കൊറേ ഇന്റർവ്യൂസ്. എത്ര ഇന്റർവ്യൂസ് എടുത്തു? പീസ് റേഡിയോ ചെയ്തു. പീസ് റേഡിയോന്റെ ഒക്കെ ചെയ്തു. പീസ് റേഡിയോന്റെ വീഡിയോ ഞാൻ കണ്ടു, നല്ല ക്വാളിറ്റിയിൽ. ഷുക്കൂർ സാറിന്റെ കൂടെ അല്ലേ അങ്ങ് കണ്ട വീഡിയോ ഞാൻ കണ്ടിരുന്നു. ശേഷം ഞാൻ ഈ പറഞ്ഞ പോലെ നമ്മൾ 1-2 സ്ഥലങ്ങളിൽ മെഹബീർ മത്സരിക്കാൻ പോയപ്പോഴത്തേക്ക് ഞാൻ അവിടുത്തെ ഖിറാഅത്തും ഞങ്ങളൊക്കെ കണ്ടിരുന്നു. അപ്പം അതുകൊണ്ട് മാഷാ അല്ലാ എനിക്കും ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു മെഹബീറിനൊന്ന് കൊണ്ടുവരണം. കാരണം ഒന്നാമത് ഞാൻ പറഞ്ഞത് നമ്മൾ ഓൺലൈനായിട്ട് ഇഫ്ല് പഠിപ്പിക്കുന്ന ഒരു സംരംഭം നമുക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ മെഹബീർ ഓൺലൈനായിട്ട് വളരെ കുറഞ്ഞ കാലം കൊണ്ട് ഇഫ്ല് പഠിച്ച ഒരാളാണ്. അതുകൊണ്ട് തന്നെ മെഹബീറിനെ കൊണ്ടുവരണം എന്നുള്ളത് നമുക്കൊരു ഇതായിരുന്നു. ഓൺലൈനിലൂടെ ഇഫ്ല് പഠിക്കുന്ന ആളുകൾക്ക് എന്തെങ്കിലും ഒരു ടിപ്പോ ട്രിക്കോ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞു കണ്ടോ? ഒന്ന് ഖിറാഅത്ത് കേൾക്കുക എന്നുള്ളതാണ്. പിന്നെ കേട്ട അപ്പൊ പെട്ടെന്ന് പഠിയുന്നുള്ളത്. പിന്നെ അർത്ഥം അറിഞ്ഞ് പഠിക്കുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിനെ തന്നെ മാറ്റും. അതുപോലെ അങ്ങനെ പഠിച്ച പെട്ടെന്ന് പഠിയും ചെയ്യും. അങ്ങനെ പിന്നെ അതേപോലെ ടെസ്റ്റ് അങ്ങനത്തെ ഒക്കെ കാര്യങ്ങൾ പഠിച്ച പെട്ടെന്ന് പഠിക്കും. അപ്പം ഇൻഷാ അല്ലാ ഞാൻ അവസാനിപ്പിക്കുകയാണ്. അൽഹംദുലില്ലാ മെഹബീറിൻ്റെ ആഗ്രഹങ്ങൾക്ക് അപ്പുറത്തേക്ക് മെഹബീറിന് എത്താൻ പറ്റട്ടെ. അതിൻ്റെയൊക്കെ അപ്പുറത്തേക്ക് ഇൻഷാ അല്ലാ നമ്മളൊക്കെ ദുആയിലുണ്ടാവണം. ഉമ്മാരുടെ ഒക്കെ അന്വേഷണം പറയണം ഇൻഷാ അല്ലാ. അൽഹംദുലില്ലാ. താങ്ക് യു.